ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഹണി കേക്ക് റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഇതിൽ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗളിൽ 3 മുട്ടയാണ് കേട്ടോ പൊട്ടിച്ചൊഴിച്ചിട്ടുള്ളത്. ഇതിലേക്ക് 1 കപ്പ് നോർമൽ ഷുഗർ പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ ബ്രൗൺ ഷുഗർ ആണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് സെയിൽ ചെയ്യാനൊക്കെ ആണെങ്കിൽ നമുക്ക് ബ്രൗൺ ഷുഗർ തന്നെ എടുക്കാം. ഇപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ട്രൈ ചെയ്ത് നോക്കുകയാണ്. അഥവാ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ബേക്ക് മൈ ഡേ ചാനൽ കണ്ടിട്ട്. നമ്മൾ ഡോ പരത്തുന്നതല്ലാത്ത മറ്റേ സ്റ്റൈലുണ്ടല്ലോ, നമ്മളെ ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചിട്ടുള്ള ആ ഒരു രീതിയിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കഴിക്കുകയും അതുപോലെ തന്നെ ഒന്ന് സെയിൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളെ കസ്റ്റമർ അത്രയ്ക്ക് അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഈ പണി അങ്ങ് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അന്നും ആ ഒരു ഫോട്ടോ ഇട്ടപ്പോൾ കുറേ ആൾക്കാർ റെസിപ്പി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഞാൻ പിന്നെ ഇത് ഡോ പരത്തി ചെയ്യുന്നത് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാമെന്ന് കരുതിയത്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 100 ഗ്രാം ബട്ടർ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ തന്നെ ഈ ഒരു പാക്കറ്റ് ഫുള്ളാണ് കിട്ടാറ്. അപ്പം ആ ഒരു പാക്ക് ഫുള്ളായിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത്തിരി പ്രശ്നമായെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മളിതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കും. ഡബിൾ ബോയിൽ മെത്തേഡിൽ മെൽറ്റ് ചെയ്തെടുക്കാനുള്ളതാണ്. പിന്നെ പഞ്ചസാര നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അലിഞ്ഞതിന് ശേഷം കേട്ടോ നമ്മൾ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ പറയാൻ മറന്നു പോകുന്നുണ്ട്, കാരണം ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ കഥയും പറയുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഹണിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ദാബറിൻ്റെ ഹണിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു റെസിപ്പി ഞാനിപ്പോൾ ഫോളോ ചെയ്തത് നമ്മളെ നവറാസ് കിച്ചണിലെ സുൽഫത്തിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് പിന്നെ തേനും കൂടെ എടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു മധുരം ഒട്ടും കൂടുതലല്ല കേട്ടോ. ഞാനൊരു കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂണ് പിന്നെ തേനും എടുത്തിട്ടുണ്ട്. ഇതൊട്ടും കൂടുതലല്ല, കറക്റ്റ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു മധുരം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ആ ഒരു ബട്ടറും പഞ്ചസാരയും എല്ലാം ഒന്ന് മെൽറ്റായിട്ട് കിട്ടണം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മറ്റേ ഡോ പരത്തിനല്ലാതെ നോർമൽ ബേക്ക് ചെയ്യുന്ന ആ ഒരു രീതിയിലും ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയായിരുന്നു. നമ്മൾ നോർമൽ കേക്കിനേക്കാളും നല്ല ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കാരണം പൊതുവേ ഇവിടെ കേക്ക് അധികം അങ്ങനെ കഴിക്കാൻ ആർക്കും ഇഷ്ടമല്ല. പക്ഷേ ഹണി കേക്ക് എന്ന് പറയുമ്പം ഏത് ഇഷ്ടപ്പെടാത്ത ആളുകളും അത് ഒരു ടൈം കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ്. പിന്നെ അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ കസ്റ്റമർ അത്രയ്ക്ക് നല്ല ഫീഡ്ബാക്ക് അല്ല തന്നത്, ഭയങ്കര ഹാർഡായി എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഹാർഡായതിൻ്റെ കാരണം എന്താണെന്നൊക്കെ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് പറയാം കേട്ടോ. അപ്പോൾ ഒരു കസ്റ്റമറുടെ ഫീഡ്ബാക്കാണ് നമ്മളെ തളർത്തുന്നതും വളർത്തുന്നതും. അപ്പോൾ ഈ ഒരു കസ്റ്റമർ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ എനിക്കിത് വീണ്ടും ട്രൈ ചെയ്ത് നോക്കാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം ഞാൻ വേണ്ടാന്ന് വെച്ചതാണ്. പക്ഷേ ഒരുപാട് കുറേ പേര് എൻ്റെ അടുത്ത് ഹണി കേക്ക് ഉണ്ടാക്കുമോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എപ്പോഴെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നെങ്കിൽ കൂടി ഒരു ഒഴിവിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പറഞ്ഞു വന്നപ്പോഴേക്കും നമ്മൾ ബട്ടറും ഷുഗറും എല്ലാം നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ആ ഒരു ഇളം ചൂടോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് പിന്നെ മൈദ ആഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബൗളൊന്ന് മാറ്റി ഒരു വലിയ ബൗൾ എടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ സ്റ്റാൻഡ് മിക്സറിൻ്റെ ബൗൾ തന്നെയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഈ ഒരു കേക്കിൻ്റെ മേക്കിംഗ് തികച്ചും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കാനായിട്ട് ഇത്രയും കാലം ഞാൻ മടിച്ചു നിന്നത്. പക്ഷേ ഉണ്ടാക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. കാരണം ഇത് നല്ലൊരു രസമാണ് ഈ ഒരു കേക്ക് മേക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇത് ചെയ്തെടുക്കുന്ന ടൈമിൽ നല്ല ക്ഷമയോട് കൂടിയിട്ട്, അഥവാ നമുക്ക് വേറൊരു ഡ്യൂട്ടി ഇത് ചെയ്യുന്ന ഇടയിൽ പോയി ചെയ്യാനായിട്ട് പറ്റില്ല. നോർമൽ നമ്മളൊരു കേക്ക് ബേക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ബേക്ക് ചെയ്യാൻ വെച്ചാൽ നമുക്ക് വേറെ എന്തെങ്കിലും ജോലി ചെയ്യാം. അത് ബേക്ക് ചെയ്യുന്ന ടൈം വരെ നമുക്ക് വേറെ എന്തെങ്കിലും ജോലി ചെയ്യാം. പക്ഷേ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ നിൽക്കണമെങ്കിൽ ഫുൾ ടൈം നമ്മൾ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേണം കേക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ആ ഒരു ടൈം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഇത് ചെയ്യാൻ പുറപ്പെടാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ 3 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 3 കപ്പ് മൈദ അരിച്ച് വെച്ചിട്ടുള്ളതായിരുന്നു. അത് കുറേശ്ശെ ആയിട്ട് തട്ടി കൊടുത്തിട്ട് ഞാനിപ്പോൾ ഈ ഒരു വിസ്ക് വെച്ചിട്ടാണ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. വിസ്ക് എടുക്കണ്ട, കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ പറ്റി പിടിക്കും. പിന്നെ കിട്ടാനായിട്ട് കുറച്ച് പണിയാണ്. നമ്മൾ നോർമൽ ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന ആ ഒരു ഓർമ്മയിലാണ് വിസ്ക് എടുത്തിട്ട് പിന്നെ മിക്സ് ചെയ്യാൻ തുടങ്ങിയത്. നമ്മൾ സ്പാച്ചിൽ വെച്ചിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മളിത് കഴുകി വെച്ച് കുഴക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയേണ്ടതായിരിക്കും, ഞാൻ വീണ്ടും പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും എൻ്റെ റെസിപ്പി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവുമല്ലോ.
അപ്പോൾ ഇതുണ്ടാക്കിയ എല്ലാവരും കുറേ ആളുകൾ എൻ്റെ അടുത്ത് പിന്നെ ഫ്ലോപ്പായി പോകണം എന്ന് തന്നെയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷനുണ്ട്. കാരണം നല്ല ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബട്ടർ ആണെങ്കിലും അതുപോലെ തന്നെ ഹണിയൊക്കെ നല്ല റിച്ച് ആയിട്ടുള്ള കാര്യങ്ങളുമാണ്. അപ്പോൾ ഇത് നമുക്ക് ഒട്ടും വേസ്റ്റ് ആക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനും ഇത്രയും കാലം ഇത് ഉണ്ടാക്കാനുള്ളൊരു മടിയായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ മൈദ ഫുള്ളായിട്ട് തന്നെ 3 കപ്പ് കറക്റ്റ് ഫുള്ളായിട്ട് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതിപ്പം നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന ടൈമിൽ എനിക്ക് പറ്റിയ അബദ്ധം, ഇവിടെ ഒരു ഫസ്റ്റ് അബദ്ധം പറ്റിയിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഇത് ഭയങ്കര കയ്യിൽ ഒട്ടുന്ന രീതിയിൽ, അതിലാകെ 3 കപ്പ് മൈദയെ പറയണുള്ളൂ, പക്ഷേ എനിക്ക് ഭയങ്കര ഒട്ടുന്ന രീതിയിലാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ഇതിലേക്ക് ഇങ്ങനെ എന്താ പറയുക മൈദ ആഡ് ചെയ്തുകൊണ്ടെടുത്തു ഇരുന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇത് തീരെ കണ്ടോ ഭയങ്കര കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു ഇതിലായിരുന്നു. അപ്പോൾ എനിക്കത് തീരെ കുഴക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ആദ്യം ഒരു ടേബിൾ സ്പൂണ് മൈദ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ടൊന്ന് കുഴച്ച് കൊടുത്തു. വീണ്ടും ഞാൻ ഒരു സ്പൂണും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാനൊരു 1/4 കപ്പോളം മൈദ വീണ്ടും ചേർത്തിട്ടാണ് ഇതൊന്ന് കുഴച്ചെടുത്തത്. പിന്നെ അപ്പോൾ അതാണ് ഫസ്റ്റ് അബദ്ധം. അപ്പോൾ അങ്ങനെ കുഴക്കണ്ട, ഒന്ന് ജസ്റ്റ് ഇതൊന്ന് കൈ വെച്ച് കുഴച്ചതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത്ര ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ടൈമിൽ കുറച്ച് മൈദ മാത്രം ആഡ് ചെയ്തിട്ട് കയ്യിൽ ഒട്ടുന്നുണ്ടെങ്കിൽ ഒരു ജസ്റ്റ് കുറച്ച് മൈദ ഒന്ന് തോവി കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് അതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് റോൾ ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് പാർട്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഓരോന്നോരോന്ന് പരത്തി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ പരത്തി ഉണ്ടാക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഓരോ പീസാക്കിയിട്ട് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. പിന്നെ ഞാൻ ശരിക്കും നമ്മളെ പുറത്തുനിന്ന് വാങ്ങി കഴിച്ച ഒരു ഹണി കേക്ക് എന്ന് പറയുന്നത് അതിൻ്റെ ആ ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ നാവിൻ തുമ്പലത്തുണ്ട് കേട്ടോ. ഞാനത് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഇനിയും പുറത്ത് പോകുമ്പോൾ ഒന്ന് കഴിച്ച് നോക്കണം എന്നുള്ള ഒരു കേക്കാണ് കേട്ടോ ഇത്. വേറൊരു കേക്കിനോടൊന്നും ഇത്രയ്ക്ക് എനിക്ക് താല്പര്യം തോന്നിയിട്ടില്ല. ഇനി നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ഓരോന്നും നമുക്ക് പരത്തിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് പരത്തിയെടുക്കണം. അപ്പോൾ കണ്ടോ ഞാൻ റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾക്കപ്പം ഇത് പരത്തിയെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഡോ ഒന്ന് 10 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോൾ പരത്തുന്ന ടൈമിൽ കണ്ടോ ഇങ്ങോട്ട് തന്നെ തിരിച്ച് പോരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വീണ്ടും മൈദ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ അതിൻ്റെ മുകളിലായിട്ട് ഇട്ടിട്ടാണ് പരത്തിയെടുക്കുന്നത്. പിന്നെ ഇത് നിങ്ങൾക്ക് എത്രത്തോളം മാക്സിമം നൈസാക്കി പരത്താൻ പറ്റും അത്രത്തോളം മാക്സിമം നൈസാക്കി പരത്തിക്കോളൂ. എന്നിട്ട് വേണം നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിതിപ്പോൾ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ ബേക്കിംഗ് പെട്ടെന്ന് കഴിയും. 5-6 മിനിറ്റ് മതി ഇതൊന്ന് പിന്നെ ബേക്കായി കിട്ടാനായിട്ട് നന്നായിട്ട് നൈസായിട്ട് പരത്തിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് ഞാൻ 7 ഇഞ്ചിൻ്റെ ആ ഒരു മോൾഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ഇതൊന്ന് ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി പോർഷൻ നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ 2 ഒരുമിച്ച് പരത്തിയതിന് ശേഷം ഞാനത് 2 ഒരുമിച്ചിട്ടാണോ കേക്ക് 2 ഒരുമിച്ചിട്ടാണ് ബേക്ക് ചെയ്യണത്. അപ്പോൾ ആ ഒരു ബേക്ക് ചെയ്യാൻ വെക്കുന്ന ആ ഒരു ടൈമിൽ നമ്മൾ വീണ്ടും അടുത്ത 2 പരത്തി വെക്കുന്നുണ്ട്. അപ്പോൾ തന്നെ പെട്ടെന്ന് ബേക്കിംഗ് കഴിഞ്ഞ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ ഓരോന്നും പരത്തിയെടുത്തിട്ട് ഇപ്പോൾ ഞാൻ നമ്മളെ കുക്കി ട്രേ ഉണ്ടല്ലോ, നമ്മൾ ഓവൻ്റെ കൂടെ തന്നെ നമുക്ക് ഗ്രിൽ ട്രേ ഉണ്ടാവും, അതുപോലെ തന്നെ കുക്കീസൊക്കെ ചെയ്യുന്ന ട്രേ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ട്രേയിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാനിതൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ ഫസ്റ്റത്തേത് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് വീണ്ടും ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അതുപോലെ തന്നെ എന്താ പറയുക ആ ഒരു 7 ഇഞ്ചിൻ്റെ മോൾഡ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എയർ ബബിൾസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അഥവാ ഇത് പൊങ്ങി വരണ്ട, നമുക്ക് കേക്ക് പോലെ ഇങ്ങനെ പൊങ്ങി വരണ്ട, അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോർക്ക് വെച്ചിട്ട് ഇതൊന്ന് കുത്തി കൊടുക്കണം കേട്ടോ. പിന്നെ ഞാൻ ഓവനിൽ ആദ്യം ഞാൻ 200 ഡിഗ്രിയിൽ നമ്മൾ നോർമൽ പ്രീഹീറ്റ് ചെയ്യണ പോലെ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനത് 150 ഡിഗ്രിയിലേക്ക് മാറ്റി കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് 10 മിനിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഡോറ് ഓപ്പൺ ആക്കി നോക്കുന്നുണ്ട്. ഇത് റെഡി ആയോ എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി കേട്ടോ. അപ്പോൾ റെഡി ആയോ എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നെ പറയാതിരിക്കാൻ വയ്യ, ഇത് നമ്മൾ ബേക്ക് ചെയ്ത് വരുന്ന ടൈമിൽ നല്ല ഒരു അടിപൊളി സ്മെല്ലാണ് കേട്ടോ. നല്ല കൊതിപ്പിക്കുന്ന മണമാണ്. കാരണം ആ ബട്ടറിൻ്റെ ഒക്കെ ഒരു മണം ഉണ്ടല്ലോ, അതുപോലെ കുക്കിയൊക്കെ ബേക്കായി കിട്ടുമ്പോൾ ഒരു മണം ഉണ്ടല്ലോ, ആ ഒരു മണമാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ടൈം കൂടാതെ ശ്രദ്ധിക്കണം. അത് നിങ്ങൾ ഗ്യാസ് സ്റ്റോപ്പിൽ ചെയ്യുന്നവരാണെങ്കിലും ടൈം കൂടാതെ ശ്രദ്ധിക്കണം. കാരണം ടൈം കൂടിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് ബിസ്ക്കറ്റ് ആയിട്ടാണ് കേട്ടോ കിട്ടുക. അപ്പോൾ ഞാനിതൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഉണ്ടോ ഞാൻ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ബേക്ക് ചെയ്യാൻ വെച്ച ആ ഒരു ടൈം കൊണ്ട് നമ്മൾ വീണ്ടും 2 പരത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അപ്പോഴെ തന്നെ പുറത്തേക്ക് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ മാഷാഅല്ലാ നല്ല റെഡി ആയി കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഇത്തിരി ഒരു ശകലം കട്ടി കൂടിയിട്ടുണ്ട്, അത്ര തന്നെ പറയാൻ പറ്റുള്ളൂ, ഒരു ഇത്തിരി കേട്ടോ. അപ്പോൾ ഇതിനേക്കാളും നൈസായിട്ട് വേണം അത്ര പരത്തി എടുക്കാനായിട്ട്. അപ്പോൾ കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, സാധനം കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ അതെല്ലാതും ബേക്കായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഞാൻ പരത്തിയിട്ടുള്ള ബാക്കി പോർഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ അതൊക്കെ ഞാൻ ഒന്നും കൂടെ ഒരു 10 മിനിറ്റും കൂടെ അതും കൂടെ ഓവനിൽ വെച്ചിട്ട് ഒന്ന് ക്രംസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡ് വെൽവെറ്റ് ഒക്കെ ചെയ്യുന്ന പോലെ മുകളിൽ പൊടി ഇടുന്ന പോലെ ഒന്ന് ക്രംസ് ആക്കിയിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതൊന്നും കൂടി ഞാൻ ഓവനിൽ 10 മിനിറ്റ് അധികം കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഞാനിവിടെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ക്രീം ചീസും കൂടി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചെറിയ പാത്രത്തിൽ ക്രീം ചീസാണ്. അപ്പം അതിലേക്ക് ഞാൻ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അറിയുന്നുണ്ടാവും ഇതിൻ്റെ ഒരു ഫ്രോസ്റ്റിങ് ക്രീം ചീസ് വെച്ചിട്ടാണ്. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് ക്രീം ചീസ് എടുത്തിട്ടുള്ളൂ. ക്രീം ചീസ് ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് അളവ് കൂട്ടി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/4 കപ്പിൻ്റെ മുകളിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നമ്മൾ വിപ്പ് ചെയ്തിട്ടുള്ള ക്രീം ചീസിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പുളിപ്പ് ഇഷ്ടമുള്ളവർക്ക് പിന്നെ ക്രീം ചീസിൽ ഷുഗർ ആഡ് ചെയ്യാതെ തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ക്രീം ചീസ് തീരെ ഇഷ്ടമില്ലാത്തവർക്ക് വിപ്പിംഗ് ക്രീമിൽ മാത്രമായിട്ടും നമ്മൾ കേക്ക് ഐസിങ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഞാനിവിടെ ഷുഗർ സിറപ്പ് എടുത്തിട്ടുണ്ട്. അതിനായിട്ട് ഞാൻ പിന്നെ തേനാണ് കേട്ടോ, ഹണിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ 4-5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. കാരണം ഞാൻ ഇതിലേക്ക് വീണ്ടും മൈദ ആഡ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ ഒരു ക്രംസൊക്കെ നമുക്കിപ്പോൾ കടിക്കാനായിട്ട് കഴിച്ച് നോക്കുമ്പോൾ എനിക്ക് അത്ര മധുരം ഉണ്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൂടുതൽ ഹണി ഇതിലേക്കും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റിൽ വെച്ചിട്ടാണ് കേട്ടോ സോക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മധുരത്തിന് അനുസരിച്ചിട്ട്, ഇത് ഒട്ടും മധുരം കൂടി പോയിട്ടൊന്നുമില്ല, നല്ല നോർമൽ നമുക്ക് കഴിക്കാൻ പാകത്തിനുള്ളൊരു മധുരം തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരു പ്ലേറ്റിൽ ആദ്യം തന്നെ നമ്മൾ ഓരോ ലെയറും വെച്ചിട്ട് സോക്ക് ചെയ്തതിന് ശേഷം കേട്ടോ ഞാൻ കേക്ക് ബോർഡിലേക്ക് എടുത്ത് വെക്കുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ കേക്ക് ബോർഡിൽ വെച്ചിട്ട് അങ്ങനെയും ചെയ്യാം. എന്നിട്ട് ഇത് നമ്മൾ ഫസ്റ്റ് വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ക്രീം ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇത് നമുക്ക് ഒരുപാട് ലെയർ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സാധാരണ നോർമൽ കേക്ക് ചെയ്യുന്ന പോലെ ഒരുപാട് ക്രീം കൊടുക്കേണ്ട ആവശ്യമില്ല. വളരെ നൈസായിട്ട് തിക്ക് കുറച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാൻ വീട്ടിലേക്ക് കഴിക്കാനായതുകൊണ്ട് അതിനേക്കാളും വളരെ തിക്ക് കുറച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് ക്രീം. ഞാനിപ്പോൾ ഇതിൽ റിച്ച് ഗോൾഡിൻ്റെ ക്രീമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ നമ്മൾ ഓരോ ലെയറിലും നമ്മൾ ഹണി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതൊന്നും ഹണി കൂടുതൽ ചേർത്തെന്ന് കരുതിയിട്ട് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അത് ഏത് കേക്കാണെങ്കിലും ഒരു ടേസ്റ്റ് ഇഷ്ടമാവുന്നവർക്ക്, ഇപ്പോൾ ഹണിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു കേക്കിന് ഒട്ടും ഇഷ്ടാവില്ല. പക്ഷേ ഹണി ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു കേക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനത് ആദ്യമേ പറയുകയാണ്, എല്ലാ കേക്കും ഒരുപോലെ അല്ലല്ലോ. അപ്പോൾ വീണ്ടും നമ്മൾ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ ലെയർ സോക്ക് ചെയ്യണം. അപ്പോൾ ലെയർ മസ്റ്റായിട്ടും സോക്ക് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ആദ്യത്തെ ഒരു കേക്ക് ഹണി കേക്ക് സെയിൽ ചെയ്തപ്പം അത് ഹാർഡായിട്ടാണ് അവർ പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ ഇത് ഹാർഡാവാനുള്ള കാരണം നമ്മൾ നോർമൽ കേക്കിൽ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ ബട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുന്ന ടൈമിൽ തീർച്ചയായിട്ടും ഹാർഡായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കേക്ക് കട്ട് ചെയ്യുന്ന ഒരു അരമണിക്കൂർ മുന്നെങ്കിലും ഒന്ന് പുറത്ത് വെക്കണം. അതിന് ശേഷം കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ കസ്റ്റമറിൻ്റെ അടുത്ത് ആ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു കൊടുക്കണം കേട്ടോ. നമ്മളിത് ബട്ടറൊക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പം കട്ട് ചെയ്യുന്ന ടൈമിൽ ഒരു അരമണിക്കൂർ നേരത്തെ എടുത്ത് വെച്ചിട്ട്, അതുപോലെ തന്നെ നമ്മളിത് ഓർഡർ എടുക്കുന്ന ടൈമിൽ ഒരു ദിവസം മുഴുവനായിട്ടും, ഒരു ഓവർനൈറ്റ് ഫുള്ളല്ല ഞാൻ പറയുന്നത്, ഒരു 24 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലിരുന്ന് സെറ്റായിട്ടുണ്ടെങ്കിലാണ് ഈ ഒരു കേക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റിൽ കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ എല്ലാ ലെയറും ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് തന്നെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. ഞാനിത് ഫൈനൽ കോട്ടൊന്നും ചെയ്യാനായിട്ട് നിൽക്കണില്ല കേട്ടോ. കാരണം ഒത്തിരി ക്രീം ആക്കിയിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാം. പക്ഷേ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇനിയിപ്പം നമ്മൾ ക്രംസ് പൊടിച്ചിട്ട് കൊടുക്കുകയാണ്. മിക്സിയിൽ പൊടിച്ചതിന് ശേഷം അത് അരിപ്പയിലൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്തുകൊണ്ട് ഞാൻ ഒത്തിരി ഒന്നും ഫിനിഷിങ് ചെയ്തെടുത്തിട്ടില്ല. നമുക്ക് സൈലൊക്കെ ചെയ്യുന്ന ടൈമിൽ നന്നായിട്ട് ഫിനിഷിങ് ചെയ്തിട്ടൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ ഞാനിത് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരുന്നത് കാരണം പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു സ്മെല്ലും എന്താ പറയുക, ആ ഒരു കഴിച്ച് നോക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി കാരണം ഞാൻ ഒരു 2 മണിക്കൂർ മാക്സിമം വെച്ചോ എന്ന് എനിക്കറിയില്ല, ഒരു 1.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് കട്ട് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തിട്ടും കൂടി കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഹണി കേക്കിൻ്റെ നോർമൽ ക്ലാസിക് ഡെക്കറേഷൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മളെ ബബിൾ റാപ്പിൽ നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ ഹണി ഒഴിക്കുക. പിന്നെ വേണമെങ്കിൽ ഹണി ബീ ഉണ്ടാക്കുക. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മൾ നോർമൽ സ്പോഞ്ച് കേക്ക് കട്ട് ചെയ്യുന്ന പോലെ അത്ര സോഫ്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ ഇത്തിരി ഹാർഡ് ഉണ്ടാവും. എങ്കിൽ കൂടി ഇത് ഞാനൊരു 1.5 മണിക്കൂർ കഴിഞ്ഞ പാടന്നെ കട്ട് ചെയ്തുകൊണ്ട് തന്നെ നല്ല ഹാർഡായിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, അതുപോലെ തന്നെ ആ ഒരു ഷുഗർ സിറപ്പൊന്നും അതിൽ നന്നായിട്ട് പിടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതാണ് എനിക്ക് പറ്റിയ അബദ്ധം. പക്ഷേ നമുക്ക് കണ്ടോ, നമുക്കത് കഴിക്കണം എന്നുള്ളൊരു ആകാംക്ഷയിൽ വലിയ ഇതിൽ എടുത്തതാണ്. പിന്നെ ഞാനെന്ത് ചെയ്തു, പിറ്റത്തെ ദിവസം എന്ന് പറയുമ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് ഇത്രയും 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും എടുത്ത് കഴിച്ചപ്പം എന്താ പറയുക, കറക്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു ഷുഗർ സിറപ്പൊക്കെ കറക്റ്റായിട്ട് അതിൽ പിടിച്ചിട്ട് നല്ല യമ്മി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ആരും ഇത് തോറ്റ് പിന്മാറി കൊടുക്കരുത്. തീർച്ചയായിട്ടും മസ്റ്റ് ട്രൈ എന്ന് തന്നെ ഞാൻ പറയും. മസ്റ്റ് ട്രൈ. ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് വേണം കേട്ടോ വീഡിയോ കാണാനായിട്ട്. പിന്നെ നമ്മളെ ചാനൽ ഇതുവരെ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഉണ്ട്, അത് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.